ഈശോ മിശിഹായുടെ നിർദ്ദേശം അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയ ശിഷ്യന്മാർ അവിടങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ പത്രോസ് അന്തോക്യയിലും റോമിലും വിശുദ്ധ തോമസ് ഭാരതത്തിലും പേർഷ്യയിലും സമൂഹങ്ങൾ പടുത്തുയർത്തി. എല്ലായിടത്തും ഒരേ വിശ്വാസ സത്യമാണ് ശിഷ്യന്മാർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. എങ്കിലും അവിടങ്ങളിലെ സമൂഹ സാംസ്കാരിക പശ്ചാത്തലവും ശിഷ്യന്മാരുടെ തന്നെ മിശിഹാനുഭവത്തിന് പ്രത്യേകതയും കാരണം ആദ്യകാലം മുതൽ തന്നെ സഭ വ്യത്യസ്ത രീതിയിൽ വളർന്നു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയിൽ 24 വ്യക്തി സഭകളാണുള്ളത്. 23 പൗരസ്ത്യ സഭകളും ഒരു പാശ്ചാത്യ സഭയും. പാശ്ചാത്യവും പൗരസ്ത്യവും എന്ന വിഭജനം സഭയിൽ ഉണ്ടാകുന്നത് 3-ാം നൂറ്റാണ്ടോടുകൂടി റോമാ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടപ്പോഴാണ്. പാശ്ചാത്യ ദേശത്ത് വളർന്നു വന്ന സഭ പാശ്ചാത്യ സഭ എന്നറിയപ്പെട്ടു. പൗരസ്ത്യ ദേശങ്ങളിലും അവയോട് ബന്ധപ്പെട്ട ഇതര സ്ഥലങ്ങളിലും വളർന്നു വന്നവ പൗരസ്ത്യ സഭകൾ എന്നും അറിയപ്പെട്ടു. കത്തോലിക്ക സഭ വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ്. കത്തോലിക്ക സഭയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമാണ് കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളെ കുറിച്ച് പ്രമാണരേഖയിൽ 3-ാം നമ്പറിൽ ഇപ്രകാരം പറയുന്നു: എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത്. റീത്തിന്റെ ന്യായത്തിലൊന്നും മറ്റൊന്നിന്റെ മുമ്പിലല്ല. ഈ സഭകൾക്കും ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണുള്ളത്. കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട തുല്യ പദവിയുള്ള 3 വ്യക്തിസഭകളാണ് ഭാരതത്തിലുള്ളത്: സീറോ മലബാർ സഭ, മലങ്കര സഭ, റോമൻ കത്തോലിക്ക സഭ, ലത്തീൻ സഭ. ഈ സഭകളെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ വിശ്വാസം, കൂദാശകൾ, ഭരണക്രമം എന്നിവയാണ്. എന്നാൽ അവയുടെ പ്രകാശനത്തിന് വൈവിധ്യവും സ്വാതന്ത്ര്യവുമുണ്ട്.